നിയോ എന്ന കമ്പനിയുടെ നിയോ ഫോൺ എന്നുള്ള പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു നിയോ എന്ന കമ്പനിയുടെ ആദ്യത്തെ സ്മാർട്ട് ഫോണാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു നിയോ എന്നുള്ള കമ്പനി ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ ഒരു ഫോണിൽ കാറുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇതൊരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ കൂടിയാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിയോ ഫോൺ 5G എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അത് നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.81 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 2K റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കൂടിയ റെസൊല്യൂഷനെ കൊടുത്തിട്ടുണ്ട്. LTPO OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. മാക്സിമം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. പഞ്ചോൾ ഡിസൈനെ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1800 നിറ്റ്സ് ആണ്. അപ്പം അത്യാവശ്യം കൂടിയ പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലാസ് ബാക്ക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ലെതർ ടെക്സ്ചറുമായിട്ട് വരുന്ന വേരിയൻസും വരുന്നുണ്ട്. IP68 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോഴുള്ള സ്നാപ്ഡ്രാഗണിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരേണ്ടതാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ 12 GB റാമും 512 GB ഇൻറ്റേർണലും കൊടുത്തിട്ടുണ്ട്. 12 GB റാമും 1 TB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 16 GB റാമും 1 TB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അൾട്രാ വൈഡ് ബാൻഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് കാറിന് വേണ്ടിയിട്ടുള്ള കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരുടെ കാറുമായിട്ടാണ് കൂടുതലായിട്ട് ബെറ്ററായിട്ട് ഇത് വർക്ക് ചെയ്യുക. ഈ ഒരു ഫോൺ കാറിൻ്റെ കീയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ AC, സീറ്റ് ഇതൊക്കെ ഈ ഒരു ഫോൺ വെച്ചിട്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നിയോയുടെ കാറിന് വേണ്ടിയിട്ടുള്ള ചില ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നില്ല. Android 13 ബേസ് ആയിട്ടുള്ള SkyUI സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. ബാക്ക് ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. സോണി IMX 707 സെൻസറാണ് ഇതിൽ OS ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് നല്ലൊരു സെൻസറാണ്. രണ്ടാമത് 50 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. സോണി IMX 766 സെൻസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 110 ഡിഗ്രിയാണ്. ഈ ഒരു രണ്ടാമത്തെ സെൻസറും അത്യാവശ്യം നല്ലൊരു സെൻസർ തന്നെയാണ്. പിന്നെ മൂന്നാമത് 50 മെഗാ പിക്സൽ ഒരു പെരിസ്കോപ്പ് ലെൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് സോണി IMX 890 സെൻസറാണ്. ഇതും അത്യാവശ്യം നല്ലൊരു സെൻസർ തന്നെയാണ്. ഇതിൽ 2.8x സൂമിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. OSൻ്റെ ഫീച്ചറും കാര്യങ്ങളൊക്കെ ഇതിലും വരുന്നുണ്ട്. അപ്പം ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഈ ഫോണിൽ വരുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5200 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും 10 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. Type C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയിലും ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിന് വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 6499 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 73,600 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ തന്നെയാണ്. നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും നല്ലൊരു പ്രോസസ്സറും അതുപോലെ തന്നെ ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും വളരെ മികച്ചൊരു ബാറ്ററി സെറ്റപ്പും അതുപോലെ തന്നെ IP68 റേറ്റിംഗും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. വിലയും അത്യാവശ്യം തിരക്കേടില്ലാത്ത വിലയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ഇപ്പം ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് കുറവാണ്. കാരണം ഈ ഒരു നിയോ എന്നുള്ള കമ്പനി ഇപ്പം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇലക്ട്രിക് വെഹിക്കിളിൽ തന്നെയാണ്. അപ്പം മിക്കവാറും ഇന്ത്യയിൽ അവരുടെ കാറുകളൊക്കെ പോപ്പുലർ ആകുമ്പോൾ മാത്രമായിരിക്കും ഇതുപോലുള്ള ഒരു സ്മാർട്ട് ഫോൺ അവർ ലോഞ്ച് ചെയ്യുക. ഇനി അവർ സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല. ഇപ്പോഴത്തെ ഒരു ഇതിൽ ഈ ഒരു ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്തായാലും നിയോ ഫോൺ എന്നുള്ള പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.